ഒത്തിരി സന്തോഷമുണ്ട് എറണാകുളം ലോ കോളേജിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചതിൽ. അതിൽ എനിക്കൊന്ന് ഏറ്റവും പ്രധാനമായി പറയേണ്ട കാര്യം പറഞ്ഞില്ല, ഞാൻ ഈ കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. 99-2004 കാലഘട്ടത്തിൽ ഞാനിവിടെയാണ് പഠിച്ചത്. എന്നെ ഞാനാക്കിയതിൽ ഒത്തിരി പങ്കുവഹിച്ചൊരു സ്ഥാപനമാണിത്. അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ തിരിച്ചു വരാനും. ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് അതിനുശേഷം, പക്ഷേ ഇത്തരമൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനും. അതോടൊപ്പം തന്നെ ചില ചലഞ്ചസും ഉണ്ട്. അതിലേറ്റവും പ്രധാനം എല്ലാവരും നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിട്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അറ്റൻഷൻ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നറിയാം. അതുപോലെ തന്നെ നമുക്ക് സമയത്തിൻ്റെ പരിധിയുണ്ട്. മൂന്നാമതായിട്ടുള്ളൊരു ചലഞ്ച്, രാവിലെ എനിക്ക് നരേന്ദ്രൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ കേൾക്കാൻ സാധിച്ചുള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഓവർലാപ്പ് ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങളാരെങ്കിലും ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്താൽ മതി. അത് ആ ഭാഗങ്ങളും ഞാൻ സ്കിപ്പ് ചെയ്ത് പോകണമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ സംസാരിക്കാനായിട്ട് ഉദ്ദേശിച്ചത് ഈ പറയുന്ന പോലെ ജനറേറ്റീവ് എയുടെ കോണ്ടെക്സ്റ്റിലുള്ള ഈ പറയുന്ന പോലെ ഡ്രഗ് ഡിസ്കവറിയിലും അതുപോലെ തന്നെ ജനറലി ഹെൽത്ത് കെയറിലും ഉള്ള ഓപ്പർച്യൂണിറ്റീസിനെയും ചലഞ്ചസിനെയും കുറിച്ച് രാവിലത്തെ സെഷനിൽ ഇതിൽ പല കാര്യങ്ങളും ഒരുപക്ഷെ സംസാരിച്ചിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ തന്നെ ഇത് കൂടുതലും പല പത്രമാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ പലർക്കും പരിചിതമായ കാര്യങ്ങളാണ്. അതായത് എന്തൊക്കെയാണ് ജനറേറ്റീവ് എയിൽ ഈ മേഖലയിൽ വരുത്താവുന്ന മാറ്റങ്ങൾ. ഉദാഹരണത്തിന് ഈ ഡ്രഗ് ഡിസ്കവറി പ്രോസസ്സ് ആക്സിലറേറ്റ് ചെയ്യുന്നതിൽ ജനറേറ്റീവ് എ വളരെയധികം പങ്കിപ്പോൾ വഹിക്കുന്നുണ്ട്. ഡ്യൂറിങ് ദ ഏർലിയർ ഡേയ്സ്, yes, people had to experiment with different chemical compounds to understand what compound might work against something and what may not, right? But now, with just one click, you might actually be able to identify thousands of potential compounds. അപ്പോൾ അത്തരം ഒരു ഓപ്പർച്യൂണിറ്റിയൊക്കെ ഉള്ളപ്പോൾ ഡ്രഗ് ഡിസ്കവറി പ്രോസസ്സിൽ വളരെ അധികമായിട്ടുള്ള മാറ്റങ്ങളാണ്, വളരെയധികം വേഗതയുമാണ് വരുന്നത്. അതുപോലെ തന്നെ ഡ്രഗ് സേഫ്റ്റിയിലും എഫിക്കസിയിലും ഓഫ് കോഴ്സ് ദർ ഇസ് നോ റീപ്ലേസ്മെൻറ്റ് ഫോർ ക്ലിനിക്കൽ ട്രയൽസ്. പക്ഷേ ജനറേറ്റീവ് എ ടൂൾസിൻ്റെ ഒരു സാങ്കേതികവിദ്യയുടെ സഹകരണത്തോടുകൂടി അറ്റ്ലീസ്റ്റ് ഒരു ഇനിഷ്യൽ ഹിൻസ് പലപ്പോഴും ഈ പറയുന്ന പോലെ ഡ്രഗ് സേഫ്റ്റിയിലും എഫിക്കസിയിലും ഉള്ള കാര്യങ്ങളിൽ വളരെ കൂടുതലായി ആക്യുറേറ്റായി സാധിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് കൺസിഡറബിളി reducing the cost of innovation. So previously, I mean, if you wanted to be a part of the drug discovery process, you had to be part of a big laboratory. But now you can sit in any part of the world and be part of the drug discovery process. So again, what we are seeing is considerable reduction, at least in one part of the chain of drug discovery process. And that's a primary reason why I mentioned that, yes, this is also contributing substantially in terms of reducing the cost of innovation. When it comes to healthcare, again, I mean, what we are now seeing is there are opportunities for more and more personalized healthcare. ഇതിനകത്ത് പലപ്പോഴും എനിക്ക് തോന്നുന്നു വിട്ടിരിക്കുന്നവർക്ക് ഒരുപക്ഷെ പരിചിതമാകാം, ഗൂഗിൾ പോലെയുള്ള കമ്പനികൾ ഇപ്പോൾ ഈ ഹെൽത്ത് കെയർ ഏരിയയിലും ഒത്തിരിയധികം ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് മാത്രം ഒരു ഇനിഷ്യൽ ഈ പറയുന്ന പോലെ പല കാര്യങ്ങളിലുമുള്ള ചെക്കപ്പ് നടത്തുവാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ചുമയുടെ ആ ഒരു ഫ്രീക്വൻസി നോക്കി പലപ്പോഴും പ്രഡിക്ഷൻസ് നടത്താൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ പോലെയുള്ള പല വലിയ കമ്പനികളും ഇത്തരം പ്രോജക്ട്സിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേരും പറയുന്നത് ഈ ഒരു മേഖലയിൽ പേഴ്സണലൈസ്ഡ് ഹെൽത്ത് കെയറിലേക്ക് കൂടുതലായി വരാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും ഒരു പ്രധാനമായ ഒരു പ്രോജക്റ്റാണ് ഈ AI ഉപയോഗിച്ച് ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ് കുറച്ചുകൂടെ സ്ട്രീം ലൈൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവിടെയും ഇറ്റ്സ് ക്വൈറ്റ് ഒബ്വിയസ് ദാറ്റ് യെസ് AI ക്യാൻ ആക്ച്വലി ബ്രിങ് ഇൻ many positive benefits. പക്ഷേ there are also many challenges associated with using AI. I hope that in the previous two sessions, at least some of them were touched upon. For example, one of the major challenges in the Indian context is data availability. So, of course, we are a nation of 1.4 billion, but one of the things which we might also want to ask ourselves is, are there enough high quality data sets available for training? Which also means most of the
generative AI tools which are currently used in the healthcare sector in India are trained on data from elsewhere. So that's a major challenge which we all need to address. Then of course the other important challenge is data privacy. So in the previous session, Narendran hinted about the enactment of the new Digital Personal Data Protection Act. But what is also important to understand is that, yes, the rules haven't been notified, which in effect means we don't yet have a data privacy law in. But issue, nammalippam model training and extensive amounts of data വേണമെന്നുള്ളത് വളരെ ഒബ്വിയസ് ആണ്. ആ ഡേറ്റയിൽ എത്രമാത്രം ആളുകളുടെ പ്രൈവസി ഇൻഫ്രിഞ്ചിങ് ഡേറ്റ ഉണ്ട് എന്നുള്ളതും വലിയൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഈ പറയുന്ന പോലെ പുതിയ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് വന്നതിന് ശേഷം എങ്ങനെ DPDP ആക്റ്റുമായിട്ട് ഇത് കംപ്ലൈൻറ്റ് ആയിരിക്കും എന്നുള്ളതും ഒരു എന്താ പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം once data is used for training, can you actually remove some of the personal information that might have gone into the training is a very critical question. Most of the people who are working in the field of technology would suggest that it's nearly impossible once the training is done. So that's again raising considerable issues. Then of course there is also the issue of bias. I don't know whether it was talked in the previous session, also it was mentioned. Again, that's a serious challenge in the healthcare context because there are different kinds of biases that can exist in the data or in the terms of the training, and all those things will get amplified when you are rolling it out for healthcare application. Then in the specific generative AI context, it's also important to understand that there are serious challenges with regard to both misinformation as well as disinformation. ഈ മുറിയിൽ ChatGPT ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ChatGPT ഉപയോഗിച്ചവരൊന്നും ഞാൻ ചോദിക്കുന്നില്ല, ഉപയോഗിക്കാത്തവരോ? ഒരു മാഡം മാത്രമാണ് ഇവിടെ, രണ്ട് പേര് മാത്രമാണ് ഇവിടെ ഉള്ളത്. ChatGPT ഉപയോഗിച്ചവർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്, പലപ്പോഴും അതിനകത്ത് വരുന്ന ഇൻഫർമേഷൻ ഒന്നെങ്കിൽ ഇന്നാക്യുറേറ്റ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഔട്ട്റൈറ്റ്ലി റോങ് ഇൻഫർമേഷനും ആകാം. അപ്പോൾ മിസ്ഇൻഫർമേഷൻ എന്നുള്ളതെന്ന് പറയുന്നത് സാറിന് ഇതൊരു അൺഇൻറ്റൻഷണലായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് വരുമ്പോഴാണ് വി ജനറലി കോൾ ഇറ്റ് ആസ് മിസ്ഇൻഫർമേഷൻ. But it's also quite possible that there might be disinformation produced by ChatGPT or any of the other generative AI tools. So അപ്പം ഹെൽത്ത് കെയറിൻ്റെ മേഖലയിൽ ഇത് ഉപയോഗിക്കുമ്പോൾ again that's one of the major challenges involved. മുമ്പ് നരേന്ദ്രൻ്റെ സെഷൻ്റെ ഇടയ്ക്ക് എനിക്കൊന്ന് ഏതൊരു ചോദ്യത്തിന് റെസ്പോൺസായി ആർക്കായിരിക്കും ലയബിലിറ്റി എന്നുള്ളതിനെക്കുറിച്ചൊരു ചർച്ച നടക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയമെൻഷനാണ് ഈ പറഞ്ഞ പോലെ മിസ്യൂസ് ഓർ ഓവർ യൂസ് ഓഫ് ജനറേറ്റീവ് AI ടൂൾസ്. ഇവിടെ ഇരിക്കുന്ന ലോയേഴ്സ് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ എഗ്രി ചെയ്യും. നമ്മുടെ പല ലോയേഴ്സും ഇപ്പം ChatGPT ഉപയോഗിച്ചാണ് ഒരു ഇനിഷ്യൽ ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. നമ്മൾ ഡോക്ടേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ പലപ്പോഴും ഇപ്പം മനസ്സിലാകുന്നൊരു കാര്യം, പലപ്പോഴും ഡോക്ടേഴ്സും ഇപ്പം ഒരു ആസ് എൻ ഇനിഷ്യൽ പോയിൻ്റ് ഓഫ് റെഫറൻസ് ഇത്തരം ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു ഞെട്ടിപ്പിക്കുന്നൊരു ഇതാണ്. അതിനകത്ത് കൂടുതൽ അത്ഭുതമൊന്നുമില്ല, കാരണം ഇപ്പം നമ്മൾ ഗൂഗിൾ പോലത്തെ ഒരു സർവീസ് എടുക്കുകയാണെങ്കിൽ അതിൽ ജെമിനി ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഓഫ് റിസൾട്ട്സ് ഈസ് ആക്ച്വലി ജനറേറ്റഡ് ബൈ ജെമിനി വിച്ച് ഈസ് എ ജനറേറ്റീവ് AI ടൂൾ ഓഫ് ഗൂഗിൾ. അതിലും ഒരു പ്രശ്നം, ഇത്രയും ഡോക്ടേഴ്സ് മിസ്യൂസോ അല്ലെങ്കിൽ ഓവർ യൂസ് അത് ചെയ്താൽ എന്ത് ഇംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാകുക എന്നുള്ളതും വളരെയധികം ഒരു ഇമ്പോർട്ടൻറ്റ് ഇതാണ്. Inertia in terms of adoption of new technologies is also certainly a major challenge. നമ്മൾ പലപ്പോഴും കണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇത്തരം ഒരു പുതിയ ടെക്നോളജി വരുമ്പോൾ അതെങ്ങനെ ഉപയോഗിക്കുന്നു, അത് എത്രമാത്രം ഉപയോഗിക്കുന്നു, അഡോപ്ഷൻ പ്രോപ്പറായിട്ടുള്ള അഡോപ്ഷൻ നടക്കുന്നു എന്നുള്ളതും സംശയകരമാണ്. പലപ്പോഴും ഡോക്ടേഴ്സിനെ ഇത്തരം ടെക്നോളജി അറ്റ്ലീസ്റ്റ് ആസ് എൻ ഇനിഷ്യൽ ടൂൾ ഉപയോഗിക്കാൻ കൺവിൻസ് ചെയ്യുന്നതും ചിലപ്പോൾ പാടാണ്. അപ്പോൾ അതൊരു ചലഞ്ചായിട്ട് പലപ്പോഴും ചൂണ്ടിക്കാട്ടാറുണ്ട്. Then yes, there is absolute lack of clarity on liability. That's what also I want to primarily discuss. Then specifically in the context of drug discovery, it is very important that we discuss about the IP ownership related dimensions. So ഒരു ലയബിലിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ I thought that, and particularly since it's an afternoon session, I thought that maybe I'll use a hypothetical scenario and then maybe we can actually see the different ways in which liability can be addressed. അപ്പോൾ ഇതിൽ
ഒരു സ്ത്രീ ഈ പറയുന്ന പോലെ ചെസ്റ്റ് പെയിൻ, ഫറ്റീഗ്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്തിൻ്റെ ഒരു ഇതിൽ ഒരു ഡോക്ടറെ കാണാൻ പോകുന്നു. ഈ പറയുന്ന പോലെ ഡോക്ടർ അതിനെ ഒരു ജനറേറ്റീവ് എ ടൂൾ വെച്ചിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞു ഗൂഗിൾ പോലത്തെ പല കമ്പനികളും ഇപ്പം ഇത്തരം ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുന്ന ഒരാൾ ഇപ്പം ആങ്സൈറ്റി റിലേറ്റഡ് ഡിസോർഡർ ആയിട്ടാണത് ഡിറ്റക്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷം ഈ പറയുന്ന പോലെ ഒരു സിവിയർ ഹാർട്ട് അറ്റാക്ക് ഈ കൺസേൺ പേഷ്യൻറ്റിന് ഉണ്ടാവുന്നു. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷനിൽ ആർക്കാണ് ലയബിലിറ്റി, ഷുഡ് ദെയർ ബി ലയബിലിറ്റി എന്നുള്ളൊരു ഇതാണ് ഞാനിവിടെ ഹൈപ്പോത്തറ്റിക്കൽ സിനാറിയോ ആയിട്ട് ചൂണ്ടിക്കാട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇത്തരം ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിനാറിയോ വിച്ച് ഈസ് നോട്ട് എ റിമോട്ട് പ്രോബബിലിറ്റി ഈസ് പ്രൈമർലി റൈസിങ് ദ ക്വസ്റ്റൻ ഓഫ് വാട്ട് ലീഗൽ ആൻഡ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ഡു ഹോസ്പിറ്റൽസ് ആൻഡ് AI ഡെവലപ്പേഴ്സ് ഹാവ് ഇൻ കേസസ് ഓഫ് സച്ച് AI ഡ്രിവൺ ഹാം. അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നരേന്ദ്രൻ്റെ സെഷൻ ഞാൻ അറ്റൻഡ് ചെയ്തതിൽ ഒത്തിരി സന്തോഷം തോന്നുന്നു. കാരണം നരേന്ദ്രൻ്റെ സെഷൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിരുന്നൊരു കാര്യം, ഒരു പ്രൈമറി ആർഗ്യുമെൻറ്റ് AI എന്ന് പറയുന്ന ടെക്നോളജി സ്റ്റിൽ ഇൻ എ വെരി early സ്റ്റേജ് ആൻഡ് ഇറ്റ് മൈറ്റ് ആക്ച്വലി ബി എ ബാഡ് ഐഡിയ ടു റെഗുലേറ്റ് ആൻ എമർജിങ് ടെക്നോളജി എന്നായിരുന്നു കോർ ആർഗ്യുമെൻ്റായിട്ട് അറ്റ്ലീസ്റ്റ് ഞാൻ അതിനകത്ത് സ്വീകരിച്ചത്. അപ്പോൾ അതാണോ ശരി, അതോ മറ്റ് മാർഗങ്ങളുണ്ടോ ഈ മേഖലയിൽ നിന്ന് നോക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ 1 എന്ന് പറയുന്നത് ഒരു റിസ്ക് ബേസ്ഡ് അപ്രോച്ച് ഈ ഏരിയയിൽ എടുക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും അധികം ഇപ്പോൾ കോൺട്രിബ്യൂഷൻ നടന്നിരിക്കുന്നത് യൂറോപ്യൻ യൂണിയനിൽ AI ആക്ട് പ്രകാരമാണ്. അപ്പോൾ ഈ യൂറോപ്യൻ യൂണിയനിലെ AI ആക്ടിൽ ഇഫ് യു ലുക്ക് അറ്റ് ദ piece of legislation which is I think running into more than 150 pages, which also kind of confirms Narendran's theory is that yes, it's very hard to regulate an emerging technology. That's why they had to also like spend enormous number of pages to tell what all kinds of regulations they are envisaging. You will notice that they are taking a risk-based approach. അപ്പോൾ ആ ഒരു risk-based approachൽ you will notice that at the top of the pyramid is the so-called prohibited AI practices with unacceptable risk. അപ്പം ചില കാര്യങ്ങൾ AI എന്ത് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല, EU AI ആക്ട് എടുക്കുന്ന അപ്രോച്ച് ഈസ് ദാറ്റ് ദേ നീഡ് ടു ബി പ്രൊഹിബിറ്റഡ്. അതിനകത്ത് യാതൊരുവിധ ഈ പറയുന്ന പോലെ ഫർദർ ഇതും ചെയ്യരുത് എന്നുള്ള വളരെ സ്ട്രിക്റ്റസ്റ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് EU ആക്ട് എടുക്കുന്നത്. അറ്റ് ദ സെക്കൻഡ് ലെവൽ കംസ് സോ കോൾഡ് ഹൈ റിസ്ക് AI സിസ്റ്റംസ്. അതിൽ രണ്ട് രീതിയിലൊരു സിസ്റ്റത്തെ നമുക്ക് ഹൈ റിസ്ക് AI സിസ്റ്റമായിട്ട് കണക്കാക്കപ്പെടാം. ഒന്നെന്ന് പറയുന്നത് EUന് ഹാർമണൈസേഷൻ ആക്ട് പ്രകാരം ഈ പറയുന്ന പോലെ ഒരു തേർഡ് പാർട്ടി അസസ്മെൻ്റ് അല്ലെ കൺഫോർമിറ്റി ഡിമാൻഡ് ചെയ്യുന്ന ചില ടെക്നോളജീസ് ഉണ്ട്. അതിൽ പെടുന്നതാണെങ്കിൽ യെസ് ദേ ഡെഫിനറ്റ്ലി ഫാൾ ഇൻ ടു ദ ഹൈ റിസ്ക് AI സിസ്റ്റം കാറ്റഗറി. രണ്ടാമതൊരു രീതിയിൽ കൂടി ആ കാറ്റഗറിയിൽ വരാം. അതെന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ EU AI ആക്ടിൽ ഒരു അനക്സ്ചർ ഉണ്ട്, അതിനകത്ത് പല യൂസ് കേസസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒന്നാണെങ്കിൽ കൂടി ഈ പറയുന്ന പോലെ ഹൈ റിസ്ക് AI സിസ്റ്റം കാറ്റഗറിയിലാണ് EU ആക്ട് അവരെ പെടുത്തുന്നത്. ഒരു മെഡിക്കൽ കോണ്ടെക്സ്റ്റിൽ വരുമ്പോഴത്തേക്ക് നമുക്കവിടെ കാണാം ഈ പറയുന്ന പോലെ മെഡിക്കൽ ഡിവൈസ് ക്ലാസ്സസ്, എമർജൻസി ട്രയാഷ്, മെഡിക്കൽ ട്രെയിനിങ് അസസ്മെൻറ്റ്, അസൈലം ഹെൽത്ത് റിസ്ക് സ്ക്രീനിങ്, ഹെൽത്ത് കെയർ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ്, ഇതെല്ലാം ഹൈ റിസ്ക് AI സിസ്റ്റം കാറ്റഗറിയിലാണ് EU AI ആക്ടിൽ പെടുത്തിയിരിക്കുന്നത്. ഹൈ റിസ്ക് AI സിസ്റ്റം കാറ്റഗറിയിൽ അത് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ആർ സീരിയസ് കംപ്ലൈൻസ് റിലേറ്റഡ് റിക്വയർമെൻറ്റ്സ് ഇൻക്ലൂഡിങ് വെറ്റിംഗ് ബൈ തേർഡ് പാർട്ടി ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇത് വളരെ സേഫാണ് എന്ന് ഉറപ്പാക്കാനായിട്ടാണ് അവർ ഈ ഒരു അപ്രോച്ച് അവിടെ എടുക്കുന്നത്. ദെൻ ജനറൽ പർപ്പസ് AI മോഡൽസ് ആണ് പിന്നത്തെ ലെവലിൽ വരുന്നത്. സോ ഈ ജനറൽ പർപ്പസ് AI മോഡൽസിൽ ലാർജ് ലാംഗ്വേജ് മോഡൽസ് എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ChatGPT, ജെമിനി, ഇതെല്ലാം ആ ഒരു ജനറൽ പർപ്പസ് AI ഇതിലാണ് വരുന്നത്. അതിനകത്ത് തന്നെ ഒരു സബ് കാറ്റഗറി അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതായത് ദ സിസ്റ്റംസ് ദാറ്റ് പോസ് എ സിസ്റ്റമിക് റിസ്ക് എന്ന് പറയുന്നൊരു സബ് കാറ്റഗറി അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു ഇതാണെന്നുണ്ടെങ്കിൽ അവിടെയും ഒബ്ലിഗേഷൻസ് ആർ അറ്റ് എ മച്ച് ഹയർ ലെവൽ. അതിനകത്തും ഈ പറയുന്ന പോലെ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ടാവണം.
അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഇൻഡിപെൻഡൻറ്റ് വെരിഫിക്കേഷൻസും ഒത്തിരിയധികം ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ലാംഗ്വേജ് മോഡൽസ് ഇൻ പേഷ്യൻ്റ് ഇൻഫർമേഷൻ, ഡയഗ്നോസ്റ്റിക്സ്, ക്ലിനിക്കൽ ഡേറ്റ മാനേജ്മെൻ്റ് എല്ലാം ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ജനറൽ പർപ്പസ് എ മോഡൽസിൽ ഈ പറയുന്ന പോലെ ഈ എ ആക്ടിന് കീഴിലുള്ള സയൻറ്റിഫിക് പാനലിനും ചില പ്രാക്ടീസസ് ആ ഇതിലേക്ക് ഡെസിഗ്നേറ്റ് ചെയ്യാം. അങ്ങനെ വന്നാൽ അഗെയിൻ ദേ വിൽ ബി സബ്ജക്റ്റ് ടു higher level of scrutiny. Then there is also another category, that is AI systems with specific transparency obligations. അതിൽ നമുക്കിപ്പോൾ കാണാവുന്നത് കൂടുതലും ഇപ്പോൾ ഈ പറയുന്ന പോലെ ആളുകളുമായി ഇൻട്രാക്റ്റ് ചെയ്യുന്ന സിസ്റ്റംസ് അല്ലെങ്കിൽ കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന സിസ്റ്റംസ് ഒക്കെ വരുന്നത് ഈ പറയുന്ന AI systems with specific transparency obligations-ലാണ്. ഉദാഹരണത്തിന് ഒരു മെഡിക്കൽ ഹോസ്പിറ്റൽ ഒരു ചാറ്റ് ബോട്ട് ഉപയോഗിക്കുകയാണ് ഈ പറയുന്ന പോലെ പേഷ്യൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെന്നെങ്കിൽ ഈ പറയുന്ന ട്രാൻസ്പെറൻസി ഒബ്ലിഗേഷനിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഈസ് ടു സ്പെസിഫിക്കലി ടെൽ ദ പേഷ്യൻ്റ് ദാറ്റ് ദിസ് ആൻസർ ഈസ് ജനറേറ്റഡ് ബൈ എ ചാറ്റ് ബോട്ട് ആൻഡ് നോട്ട് എ റിയൽ ഡോക്ടർ. അപ്പോൾ അത്തരമൊരു ട്രാൻസ്പെറൻസി ഒബ്ലിഗേഷൻ അവർ വളരെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. സിമിലർലി എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് AI ആണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ ചാറ്റ് GPT ആർട്ടിക്കിളൊക്കെ ആളുകൾ ഇപ്പം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇമേജസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഡാലി ഉപയോഗിച്ചിട്ട്. അപ്പോൾ അത്തരം കണ്ടൻറ്റ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ ആ കണ്ടൻറ്റ്സ് AI ജനറേറ്റഡ് കണ്ടൻറ് ആണെന്നും കൃത്യമായിട്ട് ആളുകളുടെ അടുത്ത് പറഞ്ഞിരിക്കണം എന്നുള്ളതാണ് ആ കാറ്റഗറിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പല രീതിയിൽ അത് ചെയ്യാം. ഒരു എക്സാമ്പിൾ ഈ ആക്ടിൽ കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ വാട്ടർ മാർക്കിംഗ് ആണ്. നമ്മൾ പലപ്പോഴും സിനിമയൊക്കെ കാണുമ്പം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ വാട്ടർ മാർക്കിങ്. അതൊരു എക്സാമ്പിളായി അവർ ഈ ഒരു കാറ്റഗറിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ദർ മൈറ്റ് ഓൾസോ ബി ബെറ്റർ ടെക്നോളജീസ് ഇവോൾവിങ്. സോ വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യെസ്, EU ആക്ട് ഈസ് ടേക്കിംഗ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇനിഷ്യേറ്റീവ് in terms of having a risk-based approach. അതിനകത്ത് ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ആർ അതർ AI systems with no or minimal risk. അവിടെ അവർ പറയുന്നത് യെസ്, ഞങ്ങളായിട്ട് ഒബ്ലിഗേഷൻസ് ഒന്നും നിങ്ങളുടെ മുകളിൽ ഇതിൽ വെക്കില്ല ഈ ഒരു കാറ്റഗറിയിലാണെങ്കിൽ, ബട്ട് വി would recommend that you develop your own voluntary mechanisms in terms of all these dimensions. അവിടെ ഒരു സ്പെസിഫിക് ഒബ്ലിഗേഷൻ ഇല്ല, പക്ഷേ വോളണ്ടറി ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു അപ്രോച്ചാണ് അവിടെയും എടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു റിസ്ക് ബേസ്ഡ് അപ്രോച്ചാണ് ഓപ്ഷൻ 1 ഇപ്പോൾ ലോകത്തിന് മുന്നിലുള്ളത്. അഫ്കോഴ്സ് EU is the only major jurisdiction that has taken this approach, but yes, I want all of you to also reflect on the question of whether yes, this is the most appropriate. നരേന്ദ്രൻ ഓൾറെഡി ഇത് സൂചിപ്പിച്ചിരുന്നു. ദറ്റ് ഈസ് ഈ പറയുന്ന പോലെ EU ആക്ട് പോലെയുള്ള ലെജിസ്ലേഷനിൽ വരുമ്പം അത് ഇറ്റ്സ് കവറിങ് 2 type of operators. So one is the AI system providers, അതുപോലെ തന്നെ AI ഡിപ്ലോയേഴ്സിനും ഇത് ഈക്വലി ബാധകമാണ്. അപ്പം ഈ പറയുന്ന പോലെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലോ AI ഡിപ്ലോയ് ചെയ്യുകയാണെങ്കിൽ യെസ്, ദേ ഓൾസോ ഹാവ് റെസ്പോൺസിബിലിറ്റി അണ്ടർ ദ EU AI ആക്ട്. This of course primarily covers organizations or persons who are within EU, പക്ഷേ it's also not limited to those who are within the jurisdiction. ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു AI സിസ്റ്റത്തിൻ്റെ ഇമ്പാക്റ്റ് വിത്തിൻ EU ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെയും ഈ പറഞ്ഞ പോലെ EU ആക്ട് പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ആകുമെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിത്ത് റെസ്പെക്ട് ടു, കാരണം നമ്മളിവിടുത്തെ ജനറേറ്റ് AI-യിലായതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള രണ്ടിലെയും ഒബ്ലിഗേഷൻസ് ഞാൻ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജനറേറ്റീവ് AI-യുടെ കോണ്ടെക്സ്റ്റിൽ വരുമ്പോഴത്തേക്ക് ദ റെഗുലേഷൻ വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ ഓഫ് വെദർ ദാറ്റ് പർട്ടിക്കുലർ ജനറേറ്റീവ് AI ടൂൾ വിൽ ബി ടാഗ്ഡ് ആസ് എ സിസ്റ്റം ദാറ്റ് ക്യാൻ പോസ് സിസ്റ്റമിക് റിസ്ക്. അതിനകത്ത് എല്ലാ കേസസിലും അവർ വളരെ കൃത്യമായിട്ട് AI ആക്ടിൽ പറയുന്നത് മസ്റ്റ് പ്രൊവൈഡ് ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ ആസ് വെൽ ആസ് ഇൻസ്ട്രക്ഷൻസ് ഫോർ യൂസ് എന്നുള്ളതാണ്. കോപ്പിറൈറ്റ് ലോയുമായിട്ടുള്ള കാര്യങ്ങളിലും ഫുൾ കംപ്ലയൻസ് ഉണ്ടായിരിക്കണമെന്ന് EU ആക്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. മാത്രമല്ല ആസ് പെർ ദ EU ആക്ട് ഓൾ ദീസ് പീപ്പിൾ ആർ ഓൾസോ സപ്പോസ് ടു ഗിവ് എ സമ്മറി ഓഫ് ദ ട്രെയിനിങ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ട്രെയിനിങ്. അപ്പോൾ അതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. In this regard, they also make one important exception which I think is relevant for discussion here, that is
if the concerned model is an open source model, then the obligations are at a much lower level. അപ്പോൾ ഒരു ക്ലോസ് സിസ്റ്റം വേഴ്സസ് ഓപ്പൺ സിസ്റ്റം അങ്ങനെ ഒരു ഡിഫറൻഷിയേഷനും EUA ആക്ടിൻ്റെ കീഴിൽ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം നമ്മളുടെ അതിനകത്ത് ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മൾ ഓപ്പൺ ChatGPT എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് മോഡലാണ്. വേറാസ് മെറ്റയുടെ എല്ലാമ 2 എന്ന് പറയുന്നത് ഒരു ഓപ്പൺ മോഡലാണ്. അത് ആർക്കും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ലോ കോളേജിലൊരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും എല്ലാമ വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ കണ്ടൻറ്റ് വേണമെങ്കിൽ ക്യൂറേറ്റ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് വേറെ കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ എല്ലാമ 2 ഒരു ഓപ്പൺ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്ന പോലെ ഇതിനകത്തുള്ള ഒബ്ലിഗേഷൻസ് കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു ChatGPT വിച്ച് ഈസ് കൺസിഡർഡ് ആസ് എ ക്ലോസ്ഡ് മോഡൽ. ഈ ഒരു ചാർട്ടിൽ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് മനസ്സിലാകും ഇതിൽ ഏത് കാറ്റഗറിയിൽ പെട്ടാൽ എത്രമാത്രം ഒബ്ലിഗേഷൻസ് ഉണ്ടാവും. ഞാൻ ആദ്യം പറഞ്ഞതനുസരിച്ച് ഈ പറഞ്ഞ പോലെ ഏറ്റവും ഹൈ റിസ്ക് കാറ്റഗറി ആണെങ്കിൽ വളരെയധികം ഒബ്ലിഗേഷൻസ് ഉണ്ട്. പക്ഷേ ഇഫ് യു ആർ ഇൻ ജനറൽ പർപ്പസ് AI മോഡൽസ് അത്രയും ഒബ്ലിഗേഷൻസ് ഇല്ല. താഴോട്ട് വരും തോറും ഒബ്ലിഗേഷൻസിൻ്റെ എണ്ണം കുറയും. So for those of you who are interested, yes, this chart also very categorically mentions which of the provisions of the EUA Act correspond to those obligations. EUA Actile enforcement related approachesനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അവിടെ പെനാൽറ്റി ആണ് പ്രധാനം. So as you can see here, penalties for infringements related to prohibited AI systems may go up to 35 million euros or 7% of the worldwide turnover, whichever is higher. Non-compliance with other obligations, including those related to high risk and GPAs, general purpose AIs, could incur fines up to 15 million euros or 3% of the worldwide turnover, whichever is higher. Provision of incorrect, incomplete or misleading information to notified bodies can attract fine up to 7.5 million or 1% worldwide. ഞാനത് സൂചിപ്പിക്കുന്നതിനൊരു കാരണമുണ്ട്. കാരണം നമ്മളിവിടെ പലപ്പോഴും എൻഫോഴ്സ്മെൻറ്റിനെ അല്ലെ ലോയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുക ക്രിമിനൽ റെമഡീസിനെ കുറിച്ചാണ്. പക്ഷേ ക്രിമിനൽ റെമഡീസ് ആണോ ഇത്തരം ഒരു മോണിറ്ററി പണിഷ്മെൻ്റ് ആണോ കൂടുതൽ എഫക്റ്റീവ് ആകുക എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളിൽ ഒന്നാണ്. കാരണം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 7% ഓഫ് വേൾഡ് വൈഡ് ടേൺ ഓവർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ചെറിയ എമൗണ്ട് ഒന്നും അല്ല. പ്രത്യേകിച്ചും ഇത്രയും ഈ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ലാർജ് കമ്പനീസിന് അതൊരു മേജർ ഒരു ഇത് തന്നെയാണ്, ഒരു ത്രെട്ട് തന്നെ ആണ്. EUA ആക്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സുപ്രഭാതത്തിൽ ഫുള്ളായിട്ട് എൻഫോഴ്സ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ആൻഡ് ദേ ഹാവ് വെരി കാറ്റഗറിക്കലി മെൻഷൻ ദാറ്റ് ഇറ്റ് വിൽ ബി ഇംപ്ലിമെൻറ്റഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം വിച്ച് ഗോസ് ഓൾ ദ വേ അപ് ടു 31st December 2030. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ പ്രൊവിഷൻസും ഒരുമിച്ച് അങ്ങ് എൻഫോഴ്സ് ആകുകയല്ല ചെയ്യുന്നത്, ഓരോന്നും ഘട്ടം ഘട്ടമായിട്ടാണ് ഇതിനകത്ത്. അപ്പോൾ ഓപ്ഷൻ 1 നമ്മൾ കണ്ടു. ഇനി ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2വിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. കാരണം നരേന്ദ്രൻ അത് വളരെ നന്നായിട്ട് തന്നെ ഇവിടെ അവതരിപ്പിച്ചു. അതിനകത്തെ പ്രധാന ഇത് തൽക്കാലം ഒന്നും ചെയ്യേണ്ട, കാരണം നമ്മളിപ്പം AI ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നേ ഉള്ളൂ. സോ ലെറ്റ്സ് നോട്ട് ടേക്ക് എ സ്പെസിഫിക് ഇനിഷ്യേറ്റീവ് ദർ. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ആ ഒരു അപ്രോച്ചാണ് ഈ ഓപ്ഷൻ 2 ലൈസൻസ് ഫെയർ അപ്രോച്ചിൽ നമ്മൾ കാണുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ എടുക്കുന്നത് ഇത്തരമൊരു നിലപാടാണ്. പക്ഷേ അതാണോ നല്ലത്, അതോ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ചെയ്യുന്നത് പോലെ ഒരു റിസ്ക് ബേസ്ഡ് അപ്രോച്ചിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് പോവുകയാണോ നല്ലതെന്നുള്ളത് ശരിക്കും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെ ആണ്. നൗ നമ്മളുടെ ഇതിനകത്ത് ഡ്രഗ് ഡിസ്കവറിയെക്കുറിച്ചും ഹെൽത്ത് കെയറിനെ കുറിച്ചുമായിട്ടുള്ള ഇതൊരു ടോക്ക് എന്നുള്ള നിലയിൽ I also wanted to highlight some of the IP related questions that are emerging in this context. കാരണം IP, as most of you would be knowing, refers to different types of things. അതൊരു എന്താ പറയുന്ന ഒരു ലോ അല്ല, ഇറ്റ്സ് എ ക്ലസ്റ്റർ ഓഫ് ഡിഫറെൻറ്റ് ലോസ് പ്രൊട്ടക്റ്റിംഗ് വെരി ഡൈവേഴ്സ് സബ്ജക്റ്റ് മാറ്റർ. നമ്മളിപ്പം ഈ പറയുന്ന പോലെ ക്രിയേറ്റീവ് ഔട്ട്പുട്ട്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പം അത് പ്രധാനമായിട്ടും കോപ്പിറൈറ്റ് ലോയുടെ കീഴിലാണ് വരുന്നത്. വേറാസ് ഇൻവെൻഷൻസ് കം ജനറലി അണ്ടർ ദ പാറ്റേൺ ലോ. അതുകൂടാതെ ഒരു ട്രേഡ് സീക്രറ്റ്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചും ഉണ്ട്. ആ ഒരു ബ്രാഞ്ചിൽ അതായത് ഇപ്പം എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ട്രേഡ് സീക്രറ്റ്സ് ലോയുടെ കീഴിലാണ്. അപ്പോൾ ഈ ജനറേറ്റീവ് AI കോണ്ടെക്സ്റ്റിൽ ഇതും വളരെയധികം ഒരു എന്താ പറയുന്നത് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. അതിൽ
പാറ്റൻസിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒരു ഇപ്പം ഈ പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ക്യാൻ എ ബി കൺസിഡേർഡ് ആസ് ആൻ ഇൻവെൻറ്റർ എന്നൊരു ലീഗൽ ക്വസ്റ്റ്യൻ പലപ്പോഴും വരാറുണ്ട്. അതിൽ തന്നെ രണ്ട് തരത്തിലിത് വരാറുണ്ട്. ഒന്ന്, an AI might have autonomously generated an invention. The other thing is, yes, you or I might have used AI as an assistive tool for generating a invention. അതിൽ ഏറ്റവും അധികം ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് AI ആസ് ആൻ ഓട്ടോണമസ് ടൂൾ ജനറേറ്റിംഗ് ഇൻവെൻഷനാണ്. അപ്പോൾ അതിൽ നമ്മൾക്കിപ്പം ലിറ്റിഗേഷൻസ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ കാണിക്കുന്ന ടെയ്ലർ വേഴ്സസ് വിഡൽ എന്ന് പറയുന്ന US-ൽ നിന്നുള്ള ഒരു ഡിസിഷനാണ്. ഇതിനകത്ത് സ്റ്റീഫൻ ടെയ്ലർ എന്ന് പറയുന്ന ആൾ ഡാബസ് എന്ന് പറയുന്നിട്ടുള്ള ഒരു AI സിസ്റ്റം ഇൻവെൻഷൻസ് കൊണ്ടുവന്നു. അത് ഓട്ടോണമസ്ലി ജനറേറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് തന്നെ അത് US PTOയിൽ പാറ്റൻറ്റ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു. അപ്പം US പേറ്റൻറ്റ് ഓഫീസ് അത് റിജക്റ്റ് ചെയ്തു. കാരണം ദെയർ പ്രൈമറി ആർഗ്യുമെൻറ്റ് വാസ് ദാറ്റ് ഓൺലി നാച്ചുറൽ പേഴ്സൺസ് can be an inventor under the US patent law. അപ്പോൾ അതിൽ നിന്നുള്ള അപ്പീല് കോർട്ട് ഓഫ് അപ്പീൽസ് ഫോർ ദ ഫസ്റ്റ് സർക്യൂട്ടിലേക്കായിരുന്നു. അവരും അത് കൺഫേം ചെയ്തു. ഫൈനലി അത് സുപ്രീം കോടതിയുടെ മുന്നിൽ ചെയ്തപ്പോഴത്തേക്ക് സുപ്രീം കോടതി അത് ആ ഒരു അപ്പീൽ റിജക്റ്റ് ചെയ്യാണ് ചെയ്തത്. അത് മോസ്റ്റ് ഓഫ് ദ ലോ സ്റ്റുഡൻസ് ഹിയർ വുഡ് നോ, നമ്മുടെ സുപ്രീം കോടതി പോലെയല്ല US സുപ്രീം കോടതി. ദേ ആർ വെരി സെലക്റ്റീവ് ഇൻ ഡിസൈഡിങ് വിച്ച് കേസസ് ദേ ഷുഡ് ഹിയർ. അപ്പോൾ ഈ ഒരു കേസിൽ ലീഗൽ പൊസിഷൻ വളരെ ക്ലിയർ ആയതുകൊണ്ടാവാം ഒരുപക്ഷെ സുപ്രീം കോടതി ഇതിനകത്ത് സെഷ്യൂററി ഡിനൈ ചെയ്യാണ് ചെയ്തത്. സോ വിച്ച് ഇൻ എഫക്ട് മീൻസ് അറ്റ്ലീസ്റ്റ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദ പൊസിഷൻ ഈസ് വെരി ക്ലിയർ, AI കനോട്ട് ബി ആൻ ഇൻവെൻറ്റർ. അതേസമയം തന്നെ അവർ US PTO ഈ വർഷം ആദ്യം ഈ പറയുന്ന പോലെ ഇൻവെൻറ്റർഷിപ്പ് ഗൈഡൻസ് ഈ ഏരിയയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് പറയുന്ന കാര്യം ഒന്ന്, AI systems and other non-natural persons cannot be listed as inventor for the purpose of a patent application. പക്ഷേ അതാണ് ആ പക്ഷേയാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. Patent protection may be sought for inventions for which a natural person provided a significant contribution to the invention. അപ്പം ഒരു ഹ്യൂമൻ ബീയിങ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ആ ഇൻവെൻഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ that patent application can still be pursued. അപ്പോൾ ആ ഒരു ഡിഫറൻഷിയേഷനാണ് ഇതിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഈ പറയുന്ന പോലെ ഈ ഗൈഡൻസ് നോട്ടിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ AI തന്നെയാണ് ഇൻവെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ദർ ഇസ് നോ വേ ടു ഗെറ്റ് എ പാറ്റൻറ്റ് പ്രൊട്ടക്ഷൻ. പക്ഷേ if you have used AI as an assistive tool and if you can show that yes, you have made significant contributions to the invention and you just took it as an assistive tool, then yes, you can still get a patent. That's the position in US at the moment. Similarly, UK-ലും ഇതേ സബ്ജക്റ്റ് മാറ്ററിൽ ലിറ്റിഗേഷൻ ഉണ്ടായിരുന്നു. അതിലെ ഏറ്റവും ഫൈനലായിട്ടുണ്ടായിരുന്ന വെർഡിക്റ്റ് കെയിം ഫ്രം ദ UK Supreme Court in December 2023. Again, you will notice that the case refers to the same name, Taylor. കാരണം ഈ Taylor എന്ന് പറയുന്ന ആൾ ലോകത്തെ പല ജൂറിസ്ഡിക്ഷനിലും ഈ പറയുന്ന സെയിം ഇൻവെൻഷന് വേണ്ടി തന്നെ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് യു ആർ സീയിങ് ദ സെയിം നെയിം ഹിയർ. അപ്പോൾ ഈ ഒരു കേസിലും UK Supreme Court also looked at the UK Patents Act and then reached more or less the same conclusion, that is only natural persons can be an inventor under the UK patent law. ഇൻട്രസ്റ്റിംഗ്ലി അവിടെ UK സുപ്രീം കോർട്ടിൽ ഇവർ ആർഗ്യൂ ചെയ്തപ്പോൾ ചെയ്തൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന ആർഗ്യുമെൻറ്റ് ആക്സഷൻ ഡോക്ട്രിൻ എന്ന് പറയുന്ന, നമ്മൾ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും ഇവിടെ ഈ പറയുന്ന പോലെ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിക്കുന്നൊരു ഡോക്ട്രിനാണ്. ആക്സഷൻ ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു പശു ഉണ്ടെങ്കിൽ അതിൻ്റെ കിടാവും ഉടമസ്ഥാവകാശവും പശുവിൻ്റെ ഉടമസ്ഥനാണ് എന്ന് പറയുന്ന ആക്സഷൻ. അതാണ് ഏറ്റവും എനിക്കൊന്ന് സിമ്പിളായി ആക്സഷൻ ഡോക്ട്രിൻ പറയുകയാണെങ്കിൽ പറയാൻ പറ്റുന്നത്. ആ ഒരു ഡോക്ട്രിൻ ഇവിടെ ആപ്ലിക്കബിൾ ആവണം എന്ന് പറഞ്ഞിട്ടാണ് ടെയ്ലർ ആർഗ്യൂ ചെയ്തത്. പക്ഷേ യു വിൽ നോട്ടീസ് ദാറ്റ് ദ UK Supreme Court rejected the application of accession doctrine here and clarified that no, under the UK patent law that cannot be allowed. അപ്പോൾ അതാണ് UK എടുത്തിരിക്കുന്ന പൊസിഷൻ. സെയിം ആപ്ലിക്കേഷൻ ഇന്ത്യയിലും ഫയൽ ചെയ്തിരുന്നു. അപ്പോൾ ആ ആപ്ലിക്കേഷനിൽ ഫൈനൽ ഡിസിഷൻ ആയിട്ടില്ല. പക്ഷേ
The Indian Patent Office has already issued the first examination report in this particular application, and thankfully the Indian Patent Office took the very correct position that under the Indian patent law also, only natural persons can become a patent owner. So in a nutshell, yes, most of the major jurisdictions are taking a consistent approach, that is only natural persons can become an inventor. And in the series of applications which Taylor filed, only one major jurisdiction took a different position, that is South Africa. So in South Africa, patent has been granted to that AI system called DABUS. But then again, you need to know that in South Africa, they don't have a substantive examination procedure for patents, which in effect means that the validity of a patent application can be known only when it is challenged before a court of law. അപ്പോൾ അതുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്കയിൽ മാത്രം ഇപ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ബാക്കി എല്ലാ മേജർ ജൂറിസ്ട്രിക്ഷൻസിലും ഇപ്പം US ആണെങ്കിലും UK ആണെങ്കിലും ഇപ്പോൾ ഇന്ത്യയിൽ ഓൾറെഡി ഓപ്പോസിഷൻ വന്നു, ഓസ്ട്രേലിയ ആണെങ്കിലും ഇവിടെ എല്ലാം ഈ പറയുന്ന പോലെ ദ ക്ലിയർ പൊസിഷൻ ഈസ് ദാറ്റ് only natural persons can become an inventor. കോപ്പിറൈറ്റിൻ്റെ ഏരിയയിലും ഇതേ പ്രശ്നങ്ങൾ തന്നെയുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ChatGPT-യിലൊരു ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുമ്പോൾ who is the owner of that particular information is an important question. The general position taken by most of the jurisdictions is that there will not be any copyright. കാരണം അത് മെഷീനാണ് ജനറേറ്റ് ചെയ്തതെങ്കിൽ they cannot become a copyright owner, which in effect means there is no copyright existing in those outputs. Of course, there have been litigations, say for example in countries like the United States, wherein some people said that because of the number of prompts they gave and also because of the nature of prompts they gave, they should be granted copyright protection. But the position which the US Copyright Office as well as the courts have taken on this is that no, that in itself will not qualify for copyright protection. In the specific context of copyright, yes, there are also many infringement related questions. For example, as we discussed earlier, in any kind of training or retraining, yes, extensive amount of copyrighted information is used. അപ്പം അവിടെ ഇൻഫ്രിഞ്ച്മെൻ്റ് ഉണ്ടോ എന്നുള്ളതും ഒരു അൺആൻസേർഡ് ക്വസ്റ്റ്യൻ ആണ്. ആസ് ഇറ്റ് സ്റ്റാൻഡ്സ് നൗ ദർ ആർ ലൈക്ക് 32 litigations happening in the US on this particular question. The last one was filed just 2 days back. And none of them have reached a conclusion. So we'll have to still wait and see what position the courts will take. This is the last point which I wanted to mention. So as I indicated earlier, trade secrets also play a major role in this area. Trade secrets protection, ഈ പറയുന്ന പോലെ patents-ൽ നിന്ന് different ആണ്. When you file a patent, you have to also disclose the invention to the public. But in the case of trade secrets, the protection is existing till the time you are able to keep it as a secret. So most of these algorithms are protected under trade secrets law. For example, നമ്മളിപ്പോൾ ChatGPT എടുക്കുകയാണെങ്കിൽ അതിനകത്ത് പോയിരിക്കുന്ന ഡേറ്റാ സെറ്റ്സ് എന്നുള്ളതൊരു കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ആണ്. സിമിലർലി ആ അൽഗോരിതം തന്നെ അതിനകത്ത് നോ വൺ എൽസ് ഹാസ് ആക്സസ് ടു. അപ്പോൾ ട്രേഡ് സീക്രറ്റ്സ് ഈസ് എ മേജർ ചലഞ്ച് ആൻഡ് യു മൈറ്റ് വാണ്ട് ടു then contextualize this in the context of the challenges which I had mentioned earlier. For example, നമ്മൾ നേരത്തെ ബയാസിനെ കുറിച്ച് പറഞ്ഞു, മിസ്ഇൻഫർമേഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇത്തരം ചലഞ്ചസ് ഒക്കെ അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ മേജർ ഹർഡിൽസ് ഈസ് ബ്രേക്കിംഗ് ദ ട്രേഡ് സീക്രറ്റ്സ് പ്രൊട്ടക്ഷൻ. കാരണം ട്രേഡ് സീക്രറ്റ്സ് ഒരു പ്രൊട്ടക്ഷനായി നിൽക്കുന്നിടത്തോളം കാലം അത് ആ ബയാസ് അല്ലെങ്കിൽ മിസ്ഇൻഫർമേഷൻ പോലെയുള്ള ചലഞ്ചസിനെ ഓവർകം ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പം ആയിരിക്കുകയില്ല. To summarize, yes, what we are seeing is, yes, there are many benefits associated with using of generative AI tools in both drug discovery as well as generally in healthcare. But what I wanted to highlight through this short discussion is the fact that there are many challenges and there needs much more discussion with respect to both the liability related dimensions as well as the different IP related questions that are generated by these AI tools. So I hope that at least this short presentation will help you think more about it. So with that, I end my talk and thank you so much for this very, very patient listening. Thank you.